മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളുടെ പേരിൽ എല്ലാവരും 1001 സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. 1001 സൂറത്തുൽ ഇഖ്ലാസ് ഓതണം. ഇൻഷാ അല്ലാഹ് ഈ മാസത്തിന്റെ അവസാനം ഹാജാ തങ്ങളുടെ ആണ്ട് നമ്മൾ വിപുലമായി കഴിക്കും. അതുകൊണ്ട് എല്ലാവരും അത് ഓതി വെക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. 1001 എന്ന് പറഞ്ഞാൽ ഇനി 1001 പോലെ എന്നെ ചുരുക്കണമെന്നില്ല, എത്രയും ഹാജാ തങ്ങൾക്കുള്ള ഹദിയകളിൽ ഏറ്റവും ഹാജാ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഹദിയയാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്നുള്ളത്. ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു 10ാമത്തെ വയസ്സിൽ അവിടുത്തെ ഉപ്പ മരണപ്പെട്ടുപോയി. പിന്നെ ഉമ്മയുടെ താങ്ങിലും തണലുമായിട്ടാണ്, ഉമ്മാന്റെ തണലിലായിട്ടാണ് പിന്നെ അജ്മീർ ഖാജ തങ്ങള് വളരുന്നത്. ആ ഖാജ തങ്ങള് പ്രിയപ്പെട്ട ഉമ്മമാരെ, ആകെ കിട്ടിയ സ്വത്ത് എന്ന് പറയുന്നത് ബാപ്പാന്റെ അനന്തരമായി കിട്ടിയ ഒരു മുന്തിരിത്തോട്ടമാണ്. ആ മുന്തിരിത്തോട്ടത്തിൽ ഒരു ദിവസം അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹു ഇങ്ങനെ തോട്ടത്തിൽ ചെറിയ പണികളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോ, ചെറിയ കുട്ടിയാണ്, തോട്ടത്തിൽ ഇങ്ങനെ ചെറിയ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ആ തോട്ടത്തിലേക്ക് വലിയൊരു മഹാൻ കടന്നു വന്നു. ഇബ്രാഹിമുൽ ഖദ്ദൂസി എന്നാണ് മഹാന്റെ പേര്, വലിയ മഹാനാണ്. ആ മഹാൻ ആ തോട്ടത്തിലേക്ക് കടന്നു വന്നിട്ട് ഖാജാ തങ്ങളോട് ചോദിച്ചു, ഖാജയാകുന്ന ചെറിയ കുട്ടിയോട് ചോദിച്ചു, വിശക്കുന്നുണ്ട്, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു കൊല മുന്തിരി പറിച്ചെടുത്തു കൊടുക്കണം. വളരെ അതപോടെ മര്യാദയോടെ ആ ചെറിയ കുട്ടിയാകുന്ന ഖാജാ തങ്ങൾ ഒരു കൊല മുന്തിരി പറിച്ചെടുത്തിട്ട് ആ ശൈഖ് അവറുകൾക്ക് കൊടുത്തു. ആ ഇബ്രാഹിമുൽ ഖദ്ദൂസി എന്ന് പറയുന്ന വലിയ മഹാൻക്ക് ഖാജാ തങ്ങളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി, ഇത് നല്ല ലക്ഷണമൊത്ത നല്ല ഒരു കുട്ടിയാണ്, നല്ല ലക്ഷണമൊത്ത നല്ല ഒരു കുട്ടിയാണ് ഈ കുട്ടി. അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. വളരെ വിനയത്തോടെ ആ തോട്ടത്തിൽ നിന്നൊരു മുന്തിരി കൊലയെടുത്ത് പറിച്ചു കൊടുത്തപ്പോ മഹാനായ ഇബ്രാഹിമുൽ ഖദ്ദൂസി എന്ന വലിയ മഹാൻ ആ മുന്തിരി എടുത്ത് കഴിക്കാൻ. ഇബ്രാഹിമുൽ ഖദ്ദൂസി എന്നവരുടെ സഞ്ചിയിലുണ്ടായിരുന്ന ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം, ഒരു ഉണങ്ങിയ റൊട്ടി കഷ്ണം അതെടുത്ത് ഇബ്രാഹിമുൽ ഖദ്ദൂസി എന്നവര് വായിൽ വെച്ച് ചവച്ചരച്ച് അതെടുത്തിട്ട് ആർക്ക് കൊടുത്തു? ഖാജയാകുന്ന കുട്ടിക്ക് കൊടുത്തു, അജ്മീർ ഖാജയാകുന്ന കുട്ടിക്ക് കൊടുത്തു. മഹാനവറുകൾ അത് വളരെ സ്നേഹത്തോടെ അതപോടെ അത് വാങ്ങി കഴിച്ചു. അങ്ങനെയാണല്ലോ മഹാന്മാരെന്തെങ്കിലും തരുമ്പോ, മഹത്തുക്കൾ എന്തെങ്കിലും തരുമ്പോ, നമ്മുടെ സയ്യിദന്മാർ സാദാത്തുക്കൾ തങ്ങന്മാരെന്തെങ്കിലും തരുമ്പോ അതിൽ ബറക്കത്തുണ്ട്, അതിൽ ബറക്കത്തുണ്ട്, അതിൽ ശിഫയുണ്ട്, അത് വലിയൊരു മരുന്നാണ്. അപ്പോ ഖാജാ തങ്ങൾ ആ റൊട്ടി കഷ്ണം അത് സന്തോഷത്തോടെ വാങ്ങി കഴിക്കുകയാണ്. മഹത്തുക്കള് പഠിപ്പിക്കുകയാണ്, അത് കഴിച്ചതിന് ശേഷമാണ് അജ്മീർ ഖാജാ തങ്ങൾക്ക് വലിയ സുഹദ് അനുഭവപ്പെട്ടത്. സുഹദ്, ദുനിയാവിനോടുള്ള ചിന്ത മൊത്തം പിന്നെ പോയി, പിന്നെ ആഖിറത്തെ കുറിച്ചുള്ള ചിന്തയാണ്. ആ കുട്ടി ആകെ മാറിപ്പോയി. പ്രിയപ്പെട്ടവരെ, ഉമ്മയോട് പോയി പറയുന്നു, ഉമ്മ എനിക്ക് ഇൽമു പഠിക്കണം, അറിവ് പഠിക്കണം. ഉമ്മാക്ക് വലിയ സന്തോഷായി. ഖാജാ തങ്ങളെ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കാൻ. ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന ഉസ്താദിന്റെ അടുത്ത് നിന്നാണ് ബഹുമാനപ്പെട്ട അജ്മീർ ഖാജാ തങ്ങൾ ഇൽമു പഠിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അവിടെ വെച്ച് ധാരാളം വർഷങ്ങൾ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദർസിലെ ഉസ്താദാകുന്ന ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ പറ്റിയിട്ട് ഒരു കിംവദന്തി, ഒരു മോശം അഭിപ്രായം നാടുനീളെ പരക്കാൻ. അങ്ങനെയാണല്ലോ ഉസ്താദിനെ പറ്റി മോശം അഭിപ്രായം ഇങ്ങനെ വന്നപ്പോ ഉസ്താദ് കുട്ടികളെ തർബിയത്ത് ചെയ്യാൻ പോരാ, കുട്ടികളെ നിയന്ത്രിക്കാൻ പോരാ, കുട്ടികളെ നോക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഉസ്താദിനെ പറ്റി ഇങ്ങനെ മോശം അഭിപ്രായം നാട് നീളെ പ്രചരിച്ചു. ആ സമയത്ത് ദർസിലുള്ള കുട്ടികൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞുപോയി. ഓരോ കുട്ടികളായിട്ട് ദർസിൽ ഇങ്ങനെ ഒഴിഞ്ഞുപോയി. ഒരുപാട് കുട്ടികളുള്ള ദർസിൽ പിന്നെ കുട്ടികളില്ലാണ്ടായി. എല്ലാ കുട്ടികളും ഇങ്ങനെ ഒഴിഞ്ഞുപോയി. രക്ഷിതാക്കൾ കൊണ്ടുപോയി. ഉസ്താദിനെ പറ്റിയുള്ള മോശം അഭിപ്രായം ഇങ്ങനെ കേട്ടപ്പോ കുട്ടികളൊക്കെ ഇങ്ങനെ രക്ഷിതാക്കൾ കൊണ്ടുപോയി. അങ്ങനെ അവസാനം അജ്മീർ ഖാജയാകുന്ന കുട്ടി മാത്രം ബാക്കിയായി ദർസിൽ. ബാക്കി എല്ലാവരും പോയി, ഖാജാ തങ്ങൾ മാത്രം ബാക്കി. പ്രിയപ്പെട്ട അജ്മീർ ഖാജ റളിയല്ലാഹു അൻഹുവിനോട് ഉസ്താദ് പറഞ്ഞു, മോനെ, ഉസ്താദാകുന്ന എന്നെ പറ്റി ഇങ്ങനെ
എനിക്ക് കുട്ടികളെ നോക്കാൻ അറിയില്ല, തർബീയത്തിന് പറ്റൂല, കുട്ടികളെ നിയന്ത്രിക്കാൻ എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞതിനെ പറ്റി മോശം അഭിപ്രായം ഉള്ളത് കൊണ്ടാണല്ലോ രക്ഷിതാക്കൾ കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോയത്. ഇപ്പൊ ഈ മാത്രല്ല ഇവിടെ ബാക്കിയുള്ളത്. അതുകൊണ്ട് നീയും പൊക്കോളൂ, ഏതെങ്കിലും നല്ല ദർസിൽ പോയി ചേർന്നോളൂ എന്ന് പറഞ്ഞു അജ്മീർ ഖാജയോട് ദർസിൽ നിന്ന് പോവാൻ ആവശ്യപ്പെട്ടു. കാരണം ഒരു കുട്ടി മാത്രമാണ് ബാക്കിയുള്ളത്. ആ സമയത്ത് സുൽത്താനുൽ ഹിന്ദ് അത്താഉർ റസൂൽ ഗരീബ് നവാസ് ഖാജ മുഈനുദ്ദീനുൽ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ആര് ദർസിൽ നിന്ന് പോയാലും എനിക്ക് ഉസ്താദിന്റെ അടുത്ത് തന്നെ പഠിക്കണം. എന്നെ പറഞ്ഞേക്കരുത്, എന്നെ അങ്ങ് സ്വീകരിക്കണം. എനിക്ക് ഇവിടുന്ന് തന്നെ കിതാബുകൾ പഠിക്കണം, അറിവ് പഠിക്കണം എന്ന് പറഞ്ഞ് വല്ലാതെ ആവശ്യപ്പെട്ടപ്പോ ഈ കുട്ടിയുടെ ആവശ്യത്തിൽ ആത്മാർത്ഥതയുണ്ട്, ഇഖ്ലാസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി എന്ന് പറയുന്ന ഉസ്താദ് സമ്മതിക്കുകയാണ്. ആ കുട്ടിയെ ഏറ്റെടുക്കുകയാണ്, ആ കുട്ടിയെ ഇൽമു പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അറിവിന്റെ ആഴങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നേരത്തെ ദർസിൽ നിന്ന് ഒഴിവായി പോയ കുട്ടികളൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. ആ നേരത്തെ ദർസിൽ നിന്ന് ഒഴിവായി പോയ കുട്ടികളുടെ രക്ഷിതാക്കൾ അത്ഭുതപ്പെട്ട് നോക്കി നിൽക്കുകയാണ്. അജ്മീർ ഹാജയാകുന്ന കുട്ടിയെ വിലായത്തിന്റെ പടവുകൾ താണ്ടി അതേ മഅരിഫത്തിന്റെ ഇൽമുകൾ കൊടുത്ത് വിലായത്തിലേക്ക് ചേർത്തി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കളെ പട്ടികയിൽ ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങളെ പേര് വരികയാണ് എന്ന് പറഞ്ഞാൽ ആ ഒരു സ്ഥാനത്തേക്ക് ഹാജാത്തങ്ങളെ ഉയർത്തുകയാണ് ഉസ്താദാകുന്ന ഉസ്മാനുൽ ഹാറൂനി റളിയല്ലാഹു അൻഹു. ആ ഉസ്മാനുൽ ഹാറൂനി ആകുന്ന ഉസ്താദിനെ പറ്റി പറഞ്ഞേ ഒന്നും അറിയാത്ത ആളാണ്. തർബീയത്തിന് പറ്റൂല, കുട്ടികളെ നോക്കാൻ കഴിയൂല. ചിന്തിച്ചോക്കി നിങ്ങള് ഉസ്താദുമാരെ പറ്റി. എല്ലാ ഉസ്താദുമാരും ചിലപ്പോ നല്ലോണം പ്രസംഗിച്ചോളണമെന്നില്ല, നല്ലോണം ഇടപെട്ടോളണമെന്നില്ല. പക്ഷേ നമ്മള് ഏതെങ്കിലും ഒരു ഉസ്താദുമാര് നല്ലോണം പ്രസംഗിക്കാത്ത ആളാണ് എന്ന് കരുതി അയാൾക്കൊന്നും അറിയില്ല എന്ന് പറയാൻ പാടില്ല. അതല്ലെങ്കിൽ ഉസ്താദുമാരെ വെറുതെ കുറ്റപ്പെടുത്താൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. അവർക്ക് ചിലപ്പോൾ വലിയ വലിയ ആളുകളായിരിക്കും. ചിന്തിച്ചു നോക്കി, ദർസിൽ എല്ലാ കുട്ടികളും പോയി, ഒരു കുട്ടി മാത്രം ബാക്കിയായി. എല്ലാരും കുറ്റം പറഞ്ഞാൽ കൊണ്ടായത്. പക്ഷെ ഈ കുട്ടിയെ അള്ളാഹുവിന്റെ മഹാന്മാരെ പട്ടികയിലേക്ക് ഉയർത്തി വലിയ മഹാനാക്കി മാറ്റി. ഇത് കണ്ടിട്ട് മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. ദർസിൽ നിന്ന് പോയ കുട്ടികളൊക്കെ രക്ഷിതാക്കൾ തിരിച്ചു കൊണ്ടുവന്നാക്കാണ്. എന്താക്കി നിങ്ങൾ അത്ഭുതം? എന്താ നോക്കി നിങ്ങൾ അത്ഭുതം? തിരിച്ചു കൊണ്ടുവന്നാക്കാണ്. പിന്നെ ദർസിലേക്ക് ആരെ ദർസിക്ക്? ഉസ്മാനുൽ ഹാറൂനി തങ്ങളെ ദർസിക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്നാക്കാണ്. ഞങ്ങളെ കുട്ടികൾ നിങ്ങൾ എന്നെ ഏറ്റെടുക്കണം, ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുവന്നാക്കാണ്. എന്തൊരു അത്ഭുതമാണത്! മഹാനായ ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ ആ സമയത്ത് ആ കുട്ടികളെ ഒഴിവാക്കിയില്ല. നിങ്ങൾ മുമ്പ് ഞങ്ങളുടെ അടുത്ത് പോയതല്ലേ, നിങ്ങൾ വേറെ എടുക്കച്ച പോയിക്കോളി എന്ന് പറഞ്ഞ ഒഴിവാക്കിയില്ല. അവരെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അൽഹംദുലില്ലാഹ് ആ കുട്ടികൾക്കൊക്കെ കിതാബുകൾ ഇങ്ങനെ ഓതിക്കൊടുത്തു. അൽഹംദുലില്ലാഹ് അവരൊക്കെ വലിയ അലിമീങ്ങളാക്കി മാറ്റുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖാജാ തങ്ങൾ ഒരു ദിവസം കഅബാലയത്തിലേക്ക്, പരിശുദ്ധമായ മക്കയിലേക്ക് തന്റെ ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് പോകുന്നത്. എല്ലാ ശിഷ്യന്മാരെയും കൂട്ടിയിട്ട് ഒരു ദിവസം പരിശുദ്ധമായ മക്കയിലേക്ക് പോയി. അല്ലാഹു നമുക്കും അവിടെ എത്താൻ തൗഫീഖ് തരട്ടെ. മക്കയിലേക്ക് പോയി കഅബാലയത്തിന്റെ ചാരത്ത് ചെന്ന് കഅബ ഇങ്ങനെ തവാഫ് ചെയ്തു. എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട്, ദർസിലെ മുത്തഅല്ലിമീങ്ങളൊക്കെ കൂട്ടിയിട്ട് കഅബ തവാഫ് ചെയ്തു. തവാഫ് ചെയ്തിട്ട് അതിന്റെ ശേഷം എല്ലാ കുട്ടികളെയും കഅബയുടെ ചാരത്ത് നിർത്തിയിട്ട് അതിൽ നിന്ന് എല്ലാ കുട്ടികളും അതിൽ നിന്ന് ഹാജാ തങ്ങളെ മാത്രം പ്രത്യേകം ഉസ്മാനുൽ ഹാറൂനി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു. കഅബയോട് ചേർത്ത് നിർത്തിയിട്ട് ഹാജാ തങ്ങൾക്ക് വേണ്ടി ഉസ്താദ് ഒന്ന് ദ്വാരക്കാണ്. പഠിച്ചോനെ, എല്ലാ കുട്ടികളും എന്റെ അടുത്തുനിന്ന് എന്റെ പോരായ്മ പറഞ്ഞ് ദർശനം പോയപ്പോഴും എന്റെ അടുത്ത് തന്നെ നിന്ന് ഓതി പഠിച്ച കുട്ടിയാണ് ഈ മുഈനുദ്ദീൻ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്ന ഈ കുട്ടി. അതുകൊണ്ട് ഈ കുട്ടിയെ നീ സ്വീകരിക്കണം അല്ലാഹ്
എന്ന് പറഞ്ഞ് കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് കഅബാലയത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിളിയാളം വരികയാണ്. ഖബിൽനാ ഖബിൽനാ മുഈനുദ്ദീൻ ഖബിൽനാ മുഈനുദ്ദീൻ ഖബിൽനാ മുഈനുദ്ദീൻ. മുഈനുദ്ദീൻ എന്ന കുട്ടിയെ നാം സ്വീകരിച്ചിട്ടുണ്ട്. മുഈനുദ്ദീൻ എന്ന കുട്ടിയെ, ഖാജാ തങ്ങളാകുന്ന കുട്ടിയെ നാം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കഅബാലയത്തിന്റെ ഉള്ളിൽ നിന്ന് മറുപടി വരികയാണ്. അല്ലാഹ്, അപ്പോഴാണ് ഉസ്താദിന് സന്തോഷമായത്. അപ്പോഴാണ് ഉസ്താദിന് സന്തോഷമായത്. അജ്മീർ ഖാജാ തങ്ങൾക്ക് ഇത്രയും വലിയ ഉയർച്ച അല്ലാഹു കൊടുക്കാനുള്ള കാരണം എന്താണ് ഉമ്മ? അത് ഉസ്താദിന്റെ പൊരുത്തമാണ്. തന്നെ പഠിപ്പിച്ച ഉസ്താദിന്റെ പൊരുത്തമാണ്. എല്ലാവരും ഉസ്താദിനെ ഒഴിവാക്കിയപ്പോഴും, എല്ലാവരും ഉസ്താദിനെ പറ്റി കുറ്റം പറഞ്ഞപ്പോഴും, ഉസ്താദിനെതിരെ തിരിഞ്ഞപ്പോഴും ഞാനില്ല, എനിക്കെന്റെ ഉസ്താദ് മതി എന്ന് പറഞ്ഞു ഉസ്താദിനെ ചേർത്ത് പിടിച്ചു. ഉസ്താദിന്റെ അടുത്ത് നിന്ന് തന്നെ കിതാബുകൾ ഓതി പഠിച്ച ഖാജാ, അല്ലാഹ് അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണം അല്ലാഹ്. ആ ഉസ്താദിനെ സ്നേഹിച്ച അവിടുത്തെ പൊരുത്തം വാങ്ങിയത് കൊണ്ടാണ് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് അജ്മീർ ഖാജാ തങ്ങൾ ഉയർന്നത്. ആ കഅബാലയത്തിന്റെ പരിസരത്ത് വെച്ച് ഉസ്താദ് അവറുകൾ ഖാജാ തങ്ങൾക്ക് കൊടുത്ത വലിയ ഒരു ഉപദേശമാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നുള്ളത്. സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്നുള്ളത് അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് ഉമ്മമാരെ ഞാൻ പറഞ്ഞത്, നിങ്ങളെല്ലാവരും സൂറത്തുൽ ഇഖ്ലാസ് ഓതണമെന്ന്. അത് ഖാജാക്ക് വലിയ ഇഷ്ടമാണ്, അത് ഖാജാ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഖാജാ തങ്ങളോട് തന്റെ ഉസ്താദ് പറഞ്ഞ ഉപദേശം സൂറത്തുൽ ഇഖ്ലാസ് ഓതാനാണ്. അത് ഖാജാ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. ഇൻഷാ അല്ലാഹ് മദദേ മടവൂർ കുടുംബങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് ഖാജാ തങ്ങളിലേക്ക് സമർപ്പിച്ച ഉടുത്ത ആണ്ട് കഴിക്കും ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് എല്ലാവരും 1001 സൂറത്തുൽ ഇഖ്ലാസുകൾ വീതം ഓതിയിട്ട് ലക്ഷക്കണക്കിന് വരുന്ന, കോടിക്കണക്കിന് വരുന്ന സൂറത്തുൽ ഇഖ്ലാസുകൾ അജ്മീർ ഖാജായിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദുആ ചെയ്യണോ? സുകൃതങ്ങളേറെ ചെയ്യുക, പാപങ്ങളെ അകറ്റുവാൻ, മികവുറ്റ ജീവിതം തീർക്കുവാൻ അജ്മീർ വലി തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഖാജയോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറഞ്ഞത്, അന്ത സുൽത്താനുൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യയുടെ രാജാവാണ്. അന്ത മലിക്കുൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യയുടെ രാജാവാണെന്ന് മുത്തുനബി തങ്ങളല്ലേ പറഞ്ഞത്? മുത്തായ തങ്ങളാണ് പറഞ്ഞത്, ഇദ്ഹബ് ഇലൽ ഹിന്ദ്, നിങ്ങൾ ഇന്ത്യയിലേക്ക് പോകണമെന്ന് ഖാജയോട് പറഞ്ഞതാരാണ്? സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഡൽഹിയിലേക്ക് വന്നു ഖാജാ തങ്ങൾ, ലാഹോറിലേക്ക് വന്നു ഖാജാ തങ്ങൾ. അതേ അവിടെ ബഹുമാനപ്പെട്ട ഇമാം ബഖ്തിയാർ കാക്കി ദഹ്ലവി തങ്ങളെ അവിടുത്തെ ഖലീഫയാക്കി നിർണയിച്ച്, അവിടുത്തെ ഖലീഫയായി പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അജ്മീറിലേക്ക് വരികയാണ്. എത്ര കറാമത്തുകളാണ്! അതേ ഇന്ത്യ രാജ്യത്ത് തന്നെ 90 ലക്ഷത്തിലേറെ വരുന്ന വിശ്വാസികള്, ഇന്ത്യ രാജ്യത്ത് തന്നെ 90 ലക്ഷത്തിലേറെ വരുന്ന ജനങ്ങള് ഇസ്ലാം മതം സ്വീകരിച്ചത് ആര് മുഖേനയാണ്? ബഹുമാനപ്പെട്ട ഖാജാ
ഖാജാ തങ്ങൾ മുഖേനയാണ്. ആ മഹാനെയാണ് നമ്മൾ സ്മരിക്കുന്നത്. ചിന്തിച്ചു നോക്കൂ ഉമ്മ, ചിന്തിച്ചു നോക്കൂ വാപ്പാ. ഇന്ത്യ രാജ്യത്ത് തന്നെ 90 ലക്ഷത്തിലേറെ വരുന്ന ആളുകൾ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നത് അജ്മീർ ഖാജാ തങ്ങൾ മുഖേനയാണ്. ഇന്നും നിങ്ങൾ അജ്മീറിലേക്ക് പോയി നോക്കൂ, എത്ര ജനങ്ങളാണ് അവിടെ തുടിച്ചൂടുന്നത്. അതിൽ മുസ്ലിമീങ്ങൾ മാത്രമാണോ? അല്ല, അവിശ്വാസികളുമുണ്ട്. അജ്മീറിന്റെ മുറ്റത്തേക്ക് വരുന്നത് മുസ്ലിമീങ്ങൾ മാത്രമല്ല, എത്രയോ അവിശ്വാസികള്, എത്രയോ അമുസ്ലിമീങ്ങൾ അവിടെ വരുന്നുണ്ട്. അവർക്കും പ്രതീക്ഷയാണ് അജ്മീർ, അവർക്കും വലിയ താങ്ങാണ് അജ്മീർ, അവർക്കും വലിയ പരിഹാരമാണ് അജ്മീർ. അജ്മീർ ഖാജാ തങ്ങൾ ജീവിതകാലത്തും അങ്ങനെയാണ്. അവിടുത്തെ സവിധത്തിലേക്ക് മുസ്ലിമീങ്ങൾ വന്നാലും അമുസ്ലിമീങ്ങൾ വന്നാലും അവരെല്ലാം സ്വീകരിക്കുമായിരുന്നു അജ്മീർ ഖാജാ. അവർ സുൽത്താനുൽ ഹിന്ദാണെന്ന് മുത്തുനബിയാണ് പറഞ്ഞത്, ഇന്ത്യയുടെ രാജാവാണെന്ന് മുത്തുനബിയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഇന്ത്യ രാജ്യത്ത് ഏതെല്ലാം പ്രധാനമന്ത്രിമാര് വരുന്നുണ്ടോ, ഏതെല്ലാം പ്രധാനമന്ത്രിമാര് വരുന്നുണ്ടോ, അവരെല്ലാം അജ്മീറിൽ പോകൂ. ഇപ്പോഴങ്ങനെ തന്നെയാണ്. ആര് ഇന്ത്യന്റെ ഭരണം ഏറ്റെടുത്താലും അവരൊക്കെ അജ്മീറിൽ പോകും. ഇപ്പോഴങ്ങനെ തന്നെയാണ്. അല്ലാഹു അത്രയും വലിയ മഹാനാണ്. സുൽത്താനുൽ ഹിന്ദ് അതാഉർ റസൂൽ ഗരീബ് നവാസ് അജ്മീർ ഖാജാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹുവേ, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് തരണം അല്ലാ. ആ അജ്മീറിന്റെ മണ്ണിൽ ഞങ്ങളെ എത്തിക്കണം അല്ലാ. അജ്മീർ ഖാജയെ മുറുകെ പിടിച്ചു ഉമ്മ, അജ്മീർ ഖാജയെ മുറുകെ പിടിച്ച ബാപ്പാ. ഏത് നീറുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ഖാജയെ മുൻനിർത്തിയിട്ട് റബ്ബിനോട് ചോദിക്കുമ്പോ അല്ലാഹു നമ്മളെ തൊട്ടൂല, അല്ലാഹു നമ്മളെ തൊട്ടൂല, അല്ലാഹു നമ്മളെ തൊട്ടൂല. ഇൻഷാ അല്ലാഹ് ഖാജയുടെ ആണ്ട് നമുക്ക് കഴിക്കണം, ഖാജയുടെ മൗലിദ് നമുക്ക് ചൊല്ലണം, ഖാജാ തങ്ങളെ നമുക്ക് തവസ്സുലാക്കണം. ഇൻഷാ അല്ലാഹ് ആണ്ട് എന്നാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയും. എല്ലാവരും അതിന്റെ മുമ്പ് സൂറത്തുൽ ഇഖ്ലാസ് എത്ര ഓതാൻ പറ്റോ അത്രയും ഓതി വെക്കുക, അത്രയും ഓതി വെക്കണം ഇൻഷാ അല്ലാഹ്. അത് ഖാജക്ക് വലിയ ഇഷ്ടമുള്ള, വലിയ പൊരുത്തമുള്ള ഒരു ഹദിയയാണ്. നമ്മൾ അങ്ങനെയല്ലേ, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് നമ്മൾ നല്ലൊരു ഹദിയല്ലേ കൊടുക്കുക, അയാൾ ഇഷ്ടപ്പെടുന്ന സാധനമല്ലേ കൊടുക്കുക. ഖാജക്ക് ഏറ്റവും ഇഷ്ടം സൂറത്തുൽ ഇഖ്ലാസ് എന്ന ഹദിയയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിൽ വലിയ പാടുണ്ട്. ഉസ്താദുമാരെ ധിക്കരിക്കരുത്, നമ്മളെ പഠിപ്പിച്ച ഉസ്താദുമാരെ നമ്മൾ വെറുപ്പിക്കരുത്, അവരെ വെറുപ്പ് സമ്പാദിക്കരുത്. ആരവർക്കെതിരെ തിരിഞ്ഞാലും കുറ്റം പറഞ്ഞാലും നമ്മൾ പറയാൻ പോകണം, നമ്മൾ അവരെ സ്നേഹിക്കുക. അതാണ് ഖാജയെ ഉയർത്തിയത്. ആ ഉസ്താദിനെ പറ്റി എല്ലാവരും മോശം പറഞ്ഞു. പിന്നെ പറ്റി സോഷ്യൽ മീഡിയയിൽ ഒരു ഉദാഹരണം പറയാം, മോശം എല്ലാവരും കുറ്റം പറയും, എല്ലാവരും മോശം പറയും. വേറൊരു ഉസ്താദിനെ പറ്റിയിട്ട് നമ്മുടെ ആലിമീങ്ങളെ പറ്റി, സുന്നത്തി ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ പറ്റി എല്ലാവരും ഇങ്ങനെ മോശം പറയും. അത് കേട്ട് നമ്മളും പറയാൻ പാടില്ല, നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. എല്ലാരും പറയുമ്പോഴും അങ്ങനൊന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞ് ആ ഉസ്താദുമാർക്കെതിരെ തിരിയാതെ അവരെ സ്നേഹിച്ച് അവരെ ഇനി എന്തെങ്കിലും തെറ്റു പറ്റിയാൽ തന്നെ അത് അവരും പഠിച്ചവനായിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ കുറ്റമൊന്നും പറയാതിരുന്നാൽ അത് കാരണം നമ്മൾ രക്ഷപ്പെടും. ഖാജയെ ഉയർത്തിയത്, ഖാജയെ വലിയ സ്ഥാനത്തേക്ക് അല്ലാഹു എത്തിച്ചത് തന്റെ ഉസ്താദിനെ ചേർത്ത് പിടിച്ച് എല്ലാവരും ഉസ്താദിനെ ഒഴിവാക്കിയപ്പോഴും താൻ ഖാജ തങ്ങൾ ഉസ്താദിനെ ചേർത്ത് പിടിച്ച് ആ ഉസ്താദിന്റെ അടുത്ത് തന്നെ പഠിച്ച് ആ ഉസ്താദ് കാരണത്താൽ വലിയ ഉയർച്ചയിലേക്ക് പിന്നെ എത്തണം. അല്ലാഹുവേ, പഠിച്ചവനെ, ഇതിൽ വലിയ പാഠമുണ്ട്. ഖാജ തങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് തരണം അല്ലാഹ്. എല്ലാവരും നല്ല നെയ്യത്ത് കരുതിക്കോളൂ, എല്ലാവരും നല്ല നെയ്യത്ത് കരുതിക്കോളൂ. ലത്തീഫ് ചൊല്ലാണ്.